പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി പരിശോധിക്കാം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ പരാതിക്കാരൻ. താൻ പരിപാടിക്കായി പണം മുടക്കിയിട്ടില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഷാൻ റഹ്മാൻ നടത്തുന്നതെന്നും 35 ലക്ഷം മുടക്കിയതിന് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടെന്നും പരാതിക്കാരനായ നിജു രാജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പരിപാടി ലാഭകരമായിരുന്നിരുന്ന ഷാൻ റഹ്മാന്റെ വാദം പച്ചക്കള്ളമാണെന്നും പരാതിക്കാരൻ പറയും. പ്രൊഡക്ഷൻ മാനേജർ നിജുരാജിന്റെ പരാതി വ്യാജമാണെന്ന് സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെ കുറ്റപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് ഷാൻ റഹ്മാനെതിരെ തെളിവുകളുമായി പരാതിക്കാരൻ രംഗത്തെത്തിയത്. സംഗീത പരിപാടിക്കായി 35 ലക്ഷം മുടക്കിയതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളുണ്ടെന്നും ഇത് തെളിവുകളായി പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും നിജുരാജ്. പക്ഷേ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും അവർ ഫ്ലെഡ്ജ് ചെയ്തിട്ടില്ല. കാരണം ഉയരുടെ കോസ്റ്റ് 25 ലാക്സ് ലാൻഡ് ഡീൽ എന്ന് പറയുമ്പോൾ അവരുടെ ഫുഡ്, ട്രാവൽ, അക്കോമഡേഷൻ ഇതെല്ലാം ചെയ്യേണ്ടുള്ളത് അവരാണ്. പക്ഷെ ഇതൊന്നും അവർ ചെയ്തിട്ടില്ല. ഈ പൈസയും കാര്യങ്ങളെല്ലാം പോയിരിക്കുന്നത് എൻ്റെ ബാങ്ക് ത്രൂ, എൻ്റെ അക്കൗണ്ട് ത്രൂ ആണ് അവർക്ക് ഇതെല്ലാം ചെയ്തേക്കുന്നത്. പരിപാടി സാമ്പത്തിക നേട്ടമുണ്ടാക്കില്ലെന്ന ഷാൻ റഹ്മാന്റെ വാദം തെറ്റാണെന്നും ബുക്ക് മൈ ഷോയുടെ ടിക്കറ്റ് വരുമാനത്തിലൂടെ മാത്രം 39 ലക്ഷമാണ് ലഭിച്ചതെന്നും നിജുരാജ് ആരോപിച്ചു. ട്രാവൽ, ഫുഡ്, അക്കോമഡേഷൻ ഇതെല്ലാം ചിലവാക്കിയത് എൻ്റെ അക്കൗണ്ട് ത്രൂ ആണ്. അപ്പോൾ ആ പേയ്മെൻറ്റും കൂടെ ചേർത്തിട്ട് എനിക്കാണ് വരേണ്ടുള്ളത്. അപ്പം അത് ഷോ ബേസ് സക്സസ് ആണ്. അതിനകത്ത് ലോസ് ഒരിക്കലും വരില്ല. പരാതി പിൻവലിക്കാൻ ഷാൻ റഹ്മാൻ നിരന്തരം ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.